എങ്ങനെയാണ് ഹാട്രിക് വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു? ഒരു സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. ഈ മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ 30,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം ഇവിടെ വിജയിക്കും. അബിൻ വർക്ക് ജയിച്ചിരിക്കുന്നു 12,011 വോട്ടുകൾക്ക്. 30,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം ഇവിടെ വിജയിക്കും. കെ സുധാകരൻ വന്നാലും രമേശ് ചെന്നിത്തല വന്നാലും ഇടതുമുന്നണിക്ക് പേടിയില്ല, ഭയമില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ലാതെ മാത്രമല്ല, കൂടുതൽ അവർ പരാജയ ഭീതി കൊണ്ട് പലതും കാണിക്കുന്നു എന്നുള്ളതാണ്. അവരേതാണ്ട് തോൽവി സമ്മതിച്ചതുകൊണ്ടാണ് എന്തൊക്കെയാ കാണിക്കുന്നത്. പരാജയം അവർക്കുണ്ടായി എന്നുള്ളത് അവർ സംഭവിച്ചു, അതാണ് അതിന്റെ കാര്യം. അബിൻ വർക്ക് വിജയിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. അബിൻ വർക്ക് ജയിച്ചിരിക്കുന്നു 12,011 വോട്ടുകൾക്ക്. പറ്റാത്ത പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, കോഴഞ്ചേരിയിൽ അന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ആശുപത്രിക്കാണ് ഞങ്ങളുടെ വോട്ട് എന്ന് പറഞ്ഞവരുണ്ട്. ഈ പാലത്തിനാണ് ഞങ്ങളുടെ വോട്ട് എന്ന് പറഞ്ഞവരുണ്ട്. ആണോ? ലീഡ് കൂടുമോ കുറയുമോ? ഭൂരിപക്ഷം 2021-നേക്കാൾ കൂടും. എന്റെ എല്ലാ മാനവും പോയി. എങ്ങനെ വിഷമിക്കല്ലോ പാപ്പിച്ചായ സെക്കൻഡ് ഇല്ലേ? അതെ അതെ, വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട്. കൊണ്ട് ഉപ്പിലിട്ട് വെക്കേ. അതാണ് നമുക്ക് കാണുന്നത്. വലിയ ആവേശം. ആ പറഞ്ഞറിയിക്കാൻ വാക്കുകൾക്കപ്പുറത്തേക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് വീണ ജോർജിനെതിരായി നടത്തിയ സൈബർ അധിക്ഷേപങ്ങളൊക്കൊന്നും മന്ത്രിയോ ഇടതുമുന്നണി പ്രവർത്തകരെയോ തളർത്തുന്നില്ല. മന്ത്രി വീണ ജോർജ് ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഓരോ പട്ടവും ചേർത്ത് നിർത്തലാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് 12,000-ലധികം വോട്ടിന് പിന്നിലാണ്. ആരോഗ്യമന്ത്രി വെന്റിലേറ്ററിലായ അവസ്ഥയായി. യഥാർത്ഥത്തിൽ അബിൻ വർക്കിയുടെ ഡാൻസ് ആധികാരികം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ 8 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങി പോസ്റ്റൽ വോട്ട് മുതൽ ഈ സമയം ഒരു ഘട്ടത്തിൽ പോലും വീണ മുന്നിൽ വന്നിട്ടില്ല. ആധികാരിക വിജയം. നമ്മള് 100% ഒരു 30,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. 30,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ വീണ ജോർജ് ആറന്മുള മണ്ഡലത്തിൽ ജയിക്കും. ഇത്തവണ എങ്ങനെ ആയിരിക്കും? ഒരു കാര്യം കൂടിയുണ്ട്, തെരഞ്ഞെടുപ്പ് രംഗത്തും ഹീനമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അവർക്ക് പരാജയ ഭീതി കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയപ്പെട്ടു എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെ എത്രയെത്ര കള്ളക്കഥകൾ മെനഞ്ഞ് UDF-നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഒരു സുനാമി കണക്കെ ആഞ്ഞടിച്ച് UDF-നെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരത്തിനും ധിക്കാരത്തിനും നുണ പറയുന്നവരോടും പൊറുക്കില്ല എന്നുള്ളതിന്റെ സൂചനയും മെസ്സേജുമാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഉന്തും തൊള്ളും ഉണ്ടായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. ഒറിജിനൽ ആണെന്ന് പറയില്ല, അത്രക്ക് ആർട്ടിഫിഷ്യൽ. ഏതായാലും ഒരു വനിതാ മന്ത്രിയെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ രീതിയിൽ കയ്യേറ്റം ചെയ്യുന്ന രീതി ശരിയല്ല. അത് അപലപനീയമാണ്. അത് UDF-ന്റെ നേതൃത്വം ഈ അക്രമ സമരത്തെ തള്ളിപ്പറയണം. പരസ്യമായി UDF നേതൃത്വം വീണ മന്ത്രിയോട് അപ്പോളജൈസ് ചെയ്യണം. അവരെ കഴുത്തിന് പരിക്ക്, കൈക്ക് പരിക്ക്, ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. കഴുത്തിനും കൈക്കും പരിക്കുണ്ടെന്നാണ് സ്പീക്കർ CN ഷംസീർ പറയുന്നത്. ദൃശ്യങ്ങളിൽ പക്ഷേ നീർക്കുനേർ കയ്യേറ്റത്തിന്റെ ഏതെങ്കിലും ദൃശ്യം നമ്മൾ കാണുന്നില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പ്രതിഷേധം തന്നെ പ്രതിഷേധിക്കുക, ഞങ്ങളൊക്കെ പ്രതിഷേധിച്ചു. പക്ഷെ കയ്യേറ്റം ചെയ്യാന്ന് ശരിയല്ലല്ലോ ജനാധിപത്യത്തിൽ. സമരക്കാരൻ ആക്രമിച്ചു, പിന്നാരെ ആക്രമിക്കാൻ? ഇവനെ സൂക്ഷിക്കണം, ഇവനിതിലെന്തോ കൈയുണ്ട്. വീണയുടെ കയ്യിലുണ്ടായിരുന്ന മുറിവ് പൊളിഞ്ഞതോടെ, അതായത് ആ മുറിവിൽ ഫോക്കസ് ചെയ്യാനായിരുന്നു ശ്രദ്ധ, അത് ഇപ്പോഴുണ്ടായതല്ല, നേരത്തെ ഉണ്ടായതാണ് എന്ന് വ്യക്തമായതോടെ എളുപ്പത്തിന് വേണ്ടി കണ്ടെത്തിയതാണ് കഴുത്തിന് വേദന. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പ്രത്യേക മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കി പിണറായി വിജയന്റെ ലോകോത്തരമായ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയാണ്. പോലീസ് കാവലുണ്ട്, നിരവധി ഡോക്ടർമാരുണ്ട്.
അവരെല്ലാം കൂടി പരിശോധിച്ചിട്ടും വീണ ജോർജിന് എന്തു പറ്റി എന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അതേസമയം ICUവിലാണ്. കണ്ടോ ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയ. നമ്മൾ ഈ വാർത്ത നോക്കുക, 2021 ഏപ്രിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ ജോർജിന് പരിക്കേറ്റിരുന്നു, വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്നു. അന്ന് അവരുടെ കഴുത്തിന് പരിക്കേറ്റു എന്ന് വാർത്തയാണ് ഇപ്പോൾ കാണുന്നത്. നോക്കൂ, അന്ന് അവർ കഴുത്തിന് പരിക്കേറ്റത് കൊണ്ട് ഈ കഴുത്ത് വളയാതിരിക്കാനുള്ള സാധനം അതിട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ? എന്താ ആ പ്രതീക്ഷയും അതായത് ഇവർക്ക് പണ്ടേ പരിക്കുണ്ട്, കഴുത്തിന് കോളർ വെച്ചാണ് അവർ കഴിയുന്നത് മിക്കവാറും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് സ്ട്രെയിൻ ഉണ്ടായപ്പോൾ അവർ പൊട്ടിത്തെറിച്ചപ്പോൾ അത് ഇളകി കാണും. അത് കോൺഗ്രസ്സുകാരെന്ത് ചെയ്യും? അടുത്ത് നിൽക്കുന്ന കരിങ്കൊടി കണ്ടാൽ അപ്പോൾ തന്നെ എങ്ങനെയാണ് കഴുത്തിന് വേദന ഉണ്ടാവുന്നത്? കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്ന കാര്യം മന്ത്രിയുടെ അടുത്ത് തന്നെ ക്രിമിനലുകളിൽ ഒരാൾ എത്തിയിരുന്നു. ലക്ഷ്യം വ്യക്തമാണ്, മന്ത്രിയെ കൊല്ലപ്പെടുത്തുക എന്നതാണ്, മറ്റൊരു ലക്ഷ്യവും ഇല്ല. അയ്യന്റെ മോനെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. എന്തോ എങ്ങനെ ഞാനിവിടെ കാണിക്കുന്ന ഒരു വിഷ്വൽ ഉണ്ട്. വിഷ്വൽ കണ്ടാൽ മനസ്സിലാവുമെന്നാണ് തോന്നുന്നത്. ആ വിഷ്വൽ കാണുന്നത് കറുത്ത തുണി മന്ത്രിയുടെ കഴുത്തിന്, വലതു ഭാഗത്തുള്ള കഴുത്തിന് നേരെയാണ്. ഈ വിഷ്വൽ ഇപ്പോ അധികം പുറത്തു വന്നതെന്ന് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. എന്നാൽ ദൃശ്യങ്ങളുടെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. മന്ത്രിയുടെ കഴുത്ത് വരെ എത്തിയത് കരിങ്കൊടിയല്ല, ഗൺമാൻ MS അഭിലാഷിന്റെ വസ്ത്രമാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ മന്ത്രിയുടെ ഇടതുഭാഗത്തുണ്ടായിരുന്ന ഗൺമാൻ പ്രതിഷേധമുണ്ടായപ്പോൾ മന്ത്രിക്ക് രക്ഷയൊരുക്കാൻ വലതുഭാഗത്തേക്ക് മാറി. ഗൺമാന്റെ കരിനീല യൂണിഫോമാണ് കറുത്ത തുണിയായി CPM പ്രചരിപ്പിക്കുന്നത്. ഗൺമാന്റെ ഷോൾഡർ ബാഗിന്റെ വള്ളിയും ദൃശ്യങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. പിന്നെ നാണക്കെടുത്തി കരിങ്കൊടി ഒന്ന് വീശിയതേ ഓർമ്മയുള്ളൂ. ഓ, കഴുത്തങ്ങോട്ടൊരൊറ്റ ഉളുക്കല്ലേ, അതിന്റെ കൂടെതാ കയ്യിലൊരു പരു. കൊല്ലാൻ ശ്രമിച്ചതാ, കൊല്ലാൻ. നീ എന്താടോ ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? ചെടിച്ചട്ടി കൊണ്ടോ ഹെൽമെറ്റ് കൊണ്ടോ തലയ്ക്കടിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് കരിങ്കൊടി വീശി. ഒരു സ്ത്രീയല്ലേ ഞാൻ? അയ്യോ, പെടലി ഒളുക്കുന്നത് പോലുള്ള മഹാരോഗമൊന്നും പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ശത്രുക്കൾക്ക് പോലും വരുത്തരുതേ കാറലും മിത്തപ്പ. കുറെ മഹാഭാവികൾ പറയുക എന്നെ കയ്യേറ്റം ചെയ്യുന്നത്, എന്റെ പെടലി കരിങ്കൊടി വീശി ഉളുക്കുന്നത് അതിലൊന്നും വന്നിട്ടില്ലെന്ന്. എടാ മഹാഭാവികളെ, അങ്ങനെന്നുണ്ടെങ്കിലല്ലേ പുറത്തു വരുള്ളൂ. ഞാൻ പഠിക്കുന്ന കാലത്ത് തൊട്ടേ പരിശ്രമിച്ചുകൊണ്ടിരുന്നതാ ഒരു അവാർഡിന്. ഈ ഒരൊറ്റ അഭിനയത്തിലൂടെ എങ്കിലും ഓസ്കാർ വാങ്ങിച്ചെടുക്കണം എനിക്ക്. ഓ എന്നെ അങ്ങ് തല്ലിക്ക് കൊല്ലി. ഓ അങ്ങനെന്താ കയ്യിലുള്ള പരു കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഏതായെങ്കിലും വെച്ചാലാ പരുവും പെടലിയും ഒന്നിച്ച് കിട്ടുന്നത്. എന്തൊരു വിചിത്രമായ നാണം കെട്ട തിരക്കഥയാണ് അവർ ഒരുക്കിയത്. ICUവിലാണ് അത്ര ആരോഗ്യമന്ത്രി. ഒരു കുഴപ്പവുമില്ലാത്ത, ഒരു പരിക്കുമില്ലാത്ത ആരോഗ്യമന്ത്രിയെ ICUവിലാക്കിയിട്ട് ആ ICUവിലേക്ക് തള്ളി കയറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഏത് നാട്ടിലാണ് ICUവിൽ കഴിയുന്ന ഒരു രോഗിയെ കാണാൻ പോലീസിനും സന്നാഹങ്ങൾക്കും ഒക്കെ ഒപ്പം രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമുള്ളത്? അതാണോ ഈ നാട്ടിലെ ICU? നാട്ടുകാരെ പറ്റിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു, ശ്രീമതി ടീച്ചർ എത്തുന്നു, സകലരും എത്തുകയാണ്. തല പൊക്കാൻ വയ്യാതെ കിടക്കുന്ന മന്ത്രിയെ ആശ്വസിപ്പിക്കാൻ ICUവിലേക്ക്. ICUവിൽ കിടക്കുന്ന ആളെ ICUവിൽ കയറി കാണാൻ പറ്റുമോ? എനിക്കറിയില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇവിടെ മന്ത്രിയെ സന്ദർശിക്കാൻ വരുന്നതിനിടയിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന നേഴ്സിന്റെ മുഖത്തെ ചിരി നമ്മൾ കണ്ടു. അവർക്ക് കൃത്യമായ കാര്യം പിടികിട്ടിട്ടുണ്ട്. KSUവിന് മുന്നിലേക്ക് വെക്കാനുള്ള രണ്ട് ആവശ്യങ്ങൾ. ഒരെണ്ണം കേരളത്തിലെ മലയാളികൾ മൊത്തം ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ആവശ്യമാണ്. ഇവിടെ തകർപ്പൻ അഭിനയം കാണിച്ചുകൊണ്ട് ഭരണത്തിന്റെ പിഴവ് മറയ്ക്കാൻ ശ്രമിക്കുന്ന വീണ ജോർജ് എന്ന മന്ത്രിയെ കേരളത്തിലെ മികച്ച നടിയായിട്ട് നോമിനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ KSU തന്നെ മുന്നോട്ടേക്ക് സജസ്റ്റ് ചെയ്യാണ്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. രണ്ടാമത്തേത് KSUവിന്റെ സംഘടനാപരമായിട്ട് മാത്രമുള്ള ഒരു ആവശ്യം. ജനറൽ ആശുപത്രിയിൽ നിന്ന് മന്ത്രി പേര് വെട്ടി ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങുമ്പോൾ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ ഉപകരണങ്ങളൊന്നും മന്ത്രിയുടെ ശരീരത്തിൽ ഇല്ല എന്ന് കേരള സർക്കാർ തന്നെ ഉറപ്പുവരുത്തണം.
അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ ഇവർ പറയും സമരം ചെയ്യാൻ വേണ്ടി കരിങ്കൊടി കാണിക്കാൻ വേണ്ടി വന്ന KSUക്കാരാണ് അത് ചെയ്തതെന്ന് വീണ്ടും പറയുന്ന ഒരു ആവശ്യം ഉണ്ടാവും. നിങ്ങൾ നാട്ടുകാരെ പത്തനംതിട്ടയിലെ ജനങ്ങളെ, ആറന്മുളയുടെ MLA കഴിഞ്ഞ ദിവസം കണ്ണൂര് നടത്തിയ ഒരു നാടകം, ആ നാടകം തെളിയിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് തെളിയിക്കുന്നവർക്ക് കുഴിമന്തി സൗജന്യമായി നൽകുന്നതാണ്. കേരളത്തിലെ CPM-നെ വെല്ലുവിളിക്കുന്നു. മന്ത്രിയെ ആക്രമിക്കുന്ന ഏതെങ്കിലും KSUക്കാരൻ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു ചിത്രമോ വീഡിയോയോ പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ ഇനാം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. മന്ത്രിയെ ആക്രമിച്ചു എന്ന് പറയുന്ന ദൃശ്യങ്ങൾ നൽകുന്നവർക്ക് 1 പവൻ സ്വർണം സമ്മാനം നൽകുമെന്ന് പരിഹാസവുമായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കുഴിമന്തി ഓഫർ ചെയ്ത് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസും 1 ലക്ഷം രൂപ സമ്മാനം പ്രഖ്യാപിച്ച് അബിൻ വർക്കിയും സോഷ്യൽ മീഡിയയിൽ പ്രചാരണം തുടങ്ങി. അബിൻ വർക്കി ജയിച്ചിരിക്കുന്നു 12,011 വോട്ടുകൾക്ക്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.